ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മയുടെ ഭയങ്കര പണിയാണ് കേട്ടോ. നമ്മള് അന്ന് വയലിൽ നിന്ന് നെല്ല് മൂർന്ന് കൊണ്ടുവന്നിട്ടില്ലേ, അത് വൃത്തിയാക്കലല്ലായിരുന്നു. അപ്പൊ അമ്മ ഇതാ ഭയങ്കര പണിയിലാണ് കേട്ടാ. നെല്ല് ഇതെന്താ ചെയ്യുന്നമ്മ? ഇത് പൊടി കളയലാം മോളെ. 2 ദിവസമായി പൊടി കുറച്ച് കളയുന്നേ. ഇനി കുറച്ചും കൂടി ഉണ്ട്. നാളെയും കൂടി കുറച്ച് കളയാന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ നിന്ന് നാളെ അടുത്ത ഒരു വല്യമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കളയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 2 ആളും വേഗം കഴിയുമല്ലോ. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഇന്നൊരു നല്ലൊരു നെല്ല് തിരക്കിയിട്ട് ഞാൻ കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് അരി പായസം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതിനെ കൊണ്ടൊരു നമുക്ക് ചെറിയൊരു പാൽപ്പായസം വെക്കാം കേട്ടോ. എല്ലാരും വിചാരിക്കും ഇവരെപ്പോഴും പായസം തന്നെയാണെന്ന്. പക്ഷെ നെല്ല് അതല്ലപ്പ പുന്നെല്ല് കുത്തിക്കൊണ്ടെന്നാലും ഒരു പായസം വെക്കണ്ടേ, അത് വെച്ചില്ല. പിന്നെ നീ അങ്ങ് പോയി, പിന്നെ നമ്മള് തെയ്യത്തിന് പോയി 2 ദിവസം, അങ്ങനെ എന്തെല്ലോ തിരക്കായി പോയി. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമുക്കൊരു കുറച്ച് പായസം അത്രയല്ലേ വേണ്ടു, നമുക്കല്ലേ വേണ്ടു. പാലൊഴിച്ചിട്ട് പാൽപ്പായസം വെക്കാം. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ ഈ തരക്കേരി എല്ലാം വെക്കുമ്പോ ഭയങ്കര ആഘോഷമായിരിക്കും. പുന്നെല്ലാം കുത്തിക്കൊണ്ടെന്നാല് കുത്തരി ഉണ്ണരി ആദ്യത്തെ നെല്ല് അരി നെല്ല് കുത്തിക്കൊണ്ടെന്നാല് ഭയങ്കര ഇതായിരിക്കും. ഇനിയിപ്പൊ അതൊന്നും ഒരു ഇതില്ലാണ്ടായപ്പോ എന്നാലും പിന്നെ പണിയല്ലേ, ഫ്രീ ആയി നിൽക്കുന്നവർക്കല്ലേ. കുറച്ച് വെക്കാം. എന്നാ അമ്മമ്മക്കും കുറച്ച് കൊണ്ട് കൊടുക്കാം. നമുക്ക് പായസം ഇഷ്ടമാണ്. അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അപ്പൊ നമുക്ക് കിട്ടിയ നെല്ലാണ് കേട്ടോ ഇത്. അമ്മ അപ്പൊ ഈ നെല്ല് കുത്തിക്കൊണ്ടെന്നെ അല്ല കുത്തിക്കൊണ്ടല്ലോ, തരക്കിക്കൊണ്ടല്ലാന്ന് നല്ലോണം ഉണക്കിയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് മില്ല് അടുത്തല്ലേ, ഇപ്പൊ അതിന്റെ അടുത്താണ് മില്ല്. അതുകൊണ്ട് പോയിട്ട് ഞാൻ ഏട്ടന്റെ വീട്ടിന്റെ മുന്നിലായിട്ട് വരും. അപ്പൊ പിന്നെ അടുത്താണ്. പിന്നെ എനിക്ക് ഞാൻ നെല്ല് തരക്കി കൊണ്ടുവച്ചു. പിന്നെ അരങ്ങുണ്ടെങ്കിൽ മോക്കെല്ലാം ഇങ്ങനെ അരങ്ങായിട്ട് കിട്ടലുണ്ട്. മോക്ക് എന്തെങ്കിലും സാധനം കൊടുത്തേക്കാൻ തിരക്കലെല്ലാം നല്ല ഇഷ്ടമാണ്. അതെ, കുറച്ചായിട്ട് ആരെയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആരും ഓന്റെ ഫ്രണ്ട്സോ അല്ലെ ഓളെ ആരെങ്കിലും ആയിട്ടുള്ള അങ്ങനെ ഉണ്ടായാലുണ്ട് കൊടുത്തേക്കാം. ഇപ്രാവശ്യം കുറേ ആയി ഒന്നും കൊടുത്തേക്കാതെ. പിന്നെ എല്ലാ സാധനം അവിടെ കിട്ടും, ഒരു സാധനം അവിടെ കിട്ടാണ്ടില്ല. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ കിട്ടും. പക്ഷെ എന്നാലും നമ്മള് നാട്ടിൽ നിന്നെല്ലാം കൊടുത്തേക്കുമ്പോ അതിൻ്റെതായ ഒരു ഇതില്ലേ. അങ്ങനെ ഞാൻ എല്ലാ സാധനവും കൊടുത്തേക്കലുണ്ട് കേട്ടോ. വന്നാല് എല്ലാം പിന്നെ കുട്ടിക്ക് വേണ്ടുന്ന അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുത്തേക്കും. പിന്നെ എടുത്തിട്ട് വേഗം കൊണ്ട് കൊടുക്കേണ്ട സ്ഥലമല്ലല്ലോ. അതല്ലേ നമ്മളെ ഗൾഫും നമ്മളെ നാടുമായിട്ടുള്ള വ്യത്യാസം. പിന്നെ നമ്മള് വയലില് നെല്ല് ആക്കിയതിനു ശേഷം നമ്മൾ മറ്റേ ഇത് പയരോടി ടില്ലർ വന്നിട്ട് അത് ആക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കാനെന്ന് വിചാരിച്ചു. കൊറേ ആൾക്കാർക്ക് ടില്ലർ ഒന്നും അറിയാത്തേ ഉണ്ടാവും. ടില്ലർ അടിച്ചിട്ട് പിന്നെ പയരോടി. ഇന്നലെ ഞാൻ പയരെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്ത് മമ്പയരും ചെറുപയരും കുറച്ച് ഓടിയിട്ടുണ്ട്. പിന്നെ അതിന് 2 മാസം കഴിയുമ്പോൾ തന്നെ പയറാവും. ചില സമയത്ത് നല്ല പയറുണ്ടാവും അല്ലെ, പിന്നെ ഒന്നും ഇട്ട വിത്ത് പോലും കിട്ടാത്ത കൊല്ലം ഉണ്ടാവും. അത് പിന്നെ ഓരോ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറിക്കാൻ സമയം കിട്ടായിട്ടാണ്. ഇപ്പൊ മഴയല്ലേ, ഏതെല്ലോ സമയത്തല്ലേ വരുന്നേ. ഏപ്രിലിൽ വരും, മെയ്യിൽ. ഇപ്പൊ ഇന്ന മാസം മഴ തുടങ്ങാന്നൊന്നും ഇല്ലല്ലോ. മറ്റേ ജൂൺ മാസമെല്ലാം ആകുമ്പല്ലേ. ഇപ്പൊ എല്ലാ മാസവും മഴയാണ്. അതുകൊണ്ട് പിന്നെ മഴ കുറച്ച് അങ്ങോട്ടാണെങ്കിലേ പയറെല്ലാം ഇട്ടിട്ട് കാര്യമുള്ളൂ. നല്ല മഴ കൂടി പെയ്താൽ പിന്നെ മഴ പയറൊന്നും കിട്ടുകയില്ല. അങ്ങനെയാണ്. അതിന്റെ അപ്പുറത്തെ കൊല്ലം നമുക്ക് ഒരുപാട് ഇഷ്ടം പോലെ കിട്ടീന്. എല്ലാവർക്കും കൊടുക്കും. അതെ, ഇഷ്ടം പോലെ കിട്ടീന്. നമ്മൾ ഇതുവരെ കടയിലൊന്നും കൊടുത്തിട്ടില്ല. അയ്യോ, കടയിലൊന്നും കൊടുക്കില്ല. ഒരുപാട് ചാക്കിലെല്ലാം നിറച്ചു കിട്ടും. അതെ, നേരെ ഈ ചിക്കനെ കുറെ കൊടുത്തേച്ചിന്. ഇവരാരെല്ലോ പോകുന്നവരെല്ലാം ഉണ്ടായിട്ട് പിന്നെ അങ്ങനെ ഞാൻ കൊടുത്തേച്ചിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ അപ്പൊ പിന്നെ ഇന്ന് അടുത്ത പരിപാടി ഒരു പായസം വെക്കലാന്ന്. പാൽപ്പായസം വെക്കാന്നാ ഞാൻ ഇവളോട് പറഞ്ഞ. പുന്നെല്ലിന്റെ അരിനെ കൊണ്ട്. പുന്നെല്ലിന്റെ അരി അമ്മ നേരത്തെ പറഞ്ഞു ആദ്യം തിരക്കിക്കൊണ്ടുവന്ന അരി. അങ്ങനെ അത് പായസം വെക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ അമ്മ തിരക്കിയിട്ട് കുറച്ച് ഞാൻ പോകുമ്പോ തന്നു വിട്ടിനി. അങ്ങനെ അമ്മ പറഞ്ഞു എന്നാ വെച്ചാലോ എന്നെല്ലാം പറഞ്ഞിന്. പിന്നെ ഞാൻ പിറ്റേന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് കല്യാണം ഇന്നലെ ചങ്ങായിന്റെ കല്യാണത്തിന് പോയി, സ്കൂൾ പരിപാടിക്ക് പോയി. എല്ലാം നമ്മളെ കുട്ടികളെ പരിപാടി അല്ലേ. ഏനെ പോകാണ്ടിക്കണ്ട, എല്ലാ പരിപാടിക്കും പറ്റുന്ന പോലെ പോക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് പായസത്തിലേക്കാണ് ഇനി അടുത്ത പരിപാടി. പാൽപ്പായസം.
പാൽപ്പായസം ആർക്കെല്ലാം ഇഷ്ടം കമന്റ് ചെയ്യണം. എനിക്കിഷ്ടം വെള്ളപ്പായസം. ഇവിടെ പണ്ടേ പറയും വെള്ളപ്പായസം. പക്ഷെ പറയലേ ഉള്ളൂ, ഒരു സാധനം കുടിക്കുകയും തിന്നുകയും ചെയ്യില്ല. അത് അങ്ങനെ പറയും, അത് ഇഷ്ടം ഇത് ഇഷ്ടം എന്നെല്ലാം പറയും. പക്ഷെ തിന്നലും കുടിക്കലും കുറവ് തന്നെയാണ്. തിന്നില്ലെങ്കിൽ തടിച്ചു വരും. അതാ തടിച്ചു വരുന്നു. പിന്നെ ആവശ്യത്തിനനുസരിച്ച് തടിയേ ഉള്ളു, അത് തടിയൊന്നും ഇല്ല. എന്നാ പിന്നെ ശരി, ഞാൻ പായസം വെക്കാൻ വേണ്ടിട്ട് പായസം വെക്കുന്നതിലേക്ക് പോവാട്ടോ. അപ്പൊ അമ്മ ഇതാ പായസം വെക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് വെക്കുന്ന ഇതിന്റെ അകത്ത് വെക്കാം. വെള്ളം അടുപ്പത്ത് വെച്ചാണ്, വെള്ളം തിളക്കട്ടെ, എന്നിട്ട് തിളച്ചിട്ടാകുമ്പോ അരിയിടാം. ഇല്ലേ നമ്മൾ ഇത്ര പേരെ എടുക്കുന്നുള്ളല്ലേ? ഇത്ര മതി മോളെ, ഇത് പായസം വെച്ചാൽ പാടുണ്ടാവും. ഇതിന്റെ പേര് നിങ്ങൾ ഓരോ ആൾക്കാർ എന്നാ പറയുന്നത്? നമ്മൾ ഇനി കാസേറ് എന്നാ പറയാ. ഇതിന് കാസേറ് എന്നാണ് നമ്മള് പറയല്. നിങ്ങൾ എന്നാ പറയല് എന്ന് കമന്റ് ചെയ്യണം. ചില നാഴിക അങ്ങനെ പറയില്ലേ? നമ്മള് കാസേറ്. ഇതിന് ഒരു 4 കാസേറായാല് ഒരു സേറായി. അങ്ങനെ ഒരു സേറാ? ഒരു സേറ്. 4 കാസേറ് നിറച്ചു കൊടുക്കുമ്പോ ഒരു സേറ്. അങ്ങനെ ഇത് കാസേറ് എന്നാണ് നമ്മള് പറയുന്നത്. ഇത് കാസേറ്. ഈ അരി എത്രയാണ്? ഇത് കാസേറ് അരി ഇല്ല, അതിന്റെ കുറച്ച് കുറവായിട്ട് എടുത്ത് പായസം വെച്ച പാടുണ്ടാവും. അപ്പൊ അരസേറ് അരസേറ് എന്ന് പറഞ്ഞാൽ ഇതില് 2 വട്ടം. അപ്പൊ പിന്നെ നമ്മൾ ഇതിന് കാസേറ് എന്നാ പറയല് കേട്ടോ. ഈ വീഡിയോ കാണുന്നവര് ഈ ഒരു സാധനത്തിന് എന്നാ പറയാന്നുള്ളത് പറയണേ. ഓക്കെ, തിളച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് അരി ഇടലാണ്. അരി നല്ലപോലെ വേവണം. വെന്തതിന് ശേഷം നമ്മള് പാലൊഴിച്ച് ഇങ്ങനെ വെക്കും. നമ്മള് ഇത് പാക്കറ്റ് പാലല്ലേ? പാക്കറ്റ് പാലാണ്. മറ്റേ പാല് രാവിലെ വരുവേ. രാവിലെ വരുന്ന സമയത്ത് റോഡിന് പോവാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ പോക്കേയില്ല. അപ്പോ പാക്കറ്റ് പാല് തന്നെ വാങ്ങുന്നത്. അതിട്ട് പിന്നെ പഞ്ചസാര അല്ലേ? അതന്നെ അരി വെന്തതിന് ശേഷം. അരി വേവട്ടെ. അപ്പൊ അരി വേവട്ടെ കേട്ടാ. അപ്പൊ നമ്മള് ഇത് കണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ടു. അപ്പൊ നമ്മളെ അരി നല്ലോണം വെന്തില്ലേ? അരി നല്ലപോലെ വെന്തു കേട്ടാ. ഓക്കെ, അരി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിടട്ടെ. കുറച്ച് ഉപ്പിടുക, പിന്നെ പഞ്ചസാര ഇടുക, പിന്നെ പാലൊഴിക്കുക. പാൽപ്പായസം. ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഏലക്കായ നല്ലപോലെ തിളച്ചിട്ടാകുമ്പോൾ തിളക്കട്ടെ. പഞ്ചസാര ഇടുക. ഇത് പഞ്ചസാരയാണ് കേട്ടോ. നമ്മൾ 2 ടൈപ്പ് പായസം വെക്കുന്ന വീഡിയോ. ഇത് നമ്മളെ സ്പെഷ്യൽ പായസം. സ്പെഷ്യൽ പായസം എന്ന് വെച്ചാൽ നമ്മളെ അമ്മ അധ്വാനിച്ച പായസം. ആർക്കെല്ലാം പാൽപ്പായസം ഇഷ്ടം? ഏലക്കായ ഇടുന്നുണ്ട് കേട്ടോ അമ്മ ഇതിനകത്ത്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അല്ല നെയ്യിൻ്റെ അകത്ത് വറുത്തിട്ട് ഇതിലിടണം. നല്ല പായസം. ഏലക്കായ ഇടുമ്പോ തന്നെ ആ മണം വന്നല്ലേ? അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടിയിട്ട് അമ്മ നെയ്യില് എന്നു പറയാ, നെയ്യില് വാട്ടല്. നെയ്യില് വാട്ടുന്നുണ്ട്. ഇത് പച്ച നല്ലപോലെ പച്ച പായസം തിളച്ച് വന്നേട്ടാ. പതച്ചു എന്നും പറഞ്ഞ അങ്ങനെ ആർക്കും അങ്ങനെ മനസ്സിലാവില്ല അമ്മ. തിളച്ചു എന്ന് പറ. അപ്പൊ അയ്യോ കരിഞ്ഞി. അപ്പൊ ഇതാ നമ്മളെ പായസം അങ്ങനെ റെഡിയായി വന്നു അല്ലേ? നല്ല പായസം കേട്ടാ. നല്ല തരക്കലരി പായസം, പാൽപ്പായസം, പിന്നെ അടിപൊളി പായസം. അമ്മ എന്നെ അടിപൊളി പറയും. അല്ല, അടിപൊളി പായസം തന്നെയല്ലേ. പായസം വെക്കാൻ എക്സ്പേർട്ടാണ്. അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്.
നമ്മളെ പായസം എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. റെഡിയായ ഏകദേശം ഇനി അമ്മമ്മക്ക് കൊടുക്കാൻ വേണം അല്ലേ? അമ്മമ്മേൻ്റെ അടുത്ത് പോകണം, അമ്മമ്മക്ക് കൊടുക്കണം. ഹലോ, അപ്പോൾ വീട്ടിലേക്ക് സിസ്റ്ററും MDയും പിന്നെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അബുദാബിയിൽ നിന്ന് എപ്പോൾ ഇന്നലെ നാട്ടിലെത്തി. പെട്ടെന്നായിരുന്നു വരവ്. അപ്പോൾ പിന്നെ നമ്മളെ രജീഷിന്റെ സീറ്റ് ഉണ്ട്. രജീഷിന്റെ സിസ്റ്റർ കല്യാണമായിരുന്നു, സിസ്റ്റർ മോളെ കല്യാണം. രജീഷൻ കൊണ്ട് നീ കവർ ചെയ്തത് അവിടെ കസിൻ്റെ അതെ, വെള്ളിച്ചിനെ എപ്പോഴും വീഡിയോ കാണിക്കും. വെള്ളിച്ച റബ്ബർ ഷീറ്റ് അടിക്കുന്നതും അങ്ങനെ ഞാൻ കാണിക്കും. അഭിനയത്തിന്റെ ഞാൻ ഷീറ്റ് അടിക്കുമ്പോ ഇവളെന്തോ എടുത്ത് ഇതെല്ലാം ഫോട്ടോ പിടിച്ചിട്ട് വെളിച്ചം വയറില്ല. വെളിച്ച കടയിലെല്ലാം പറഞ്ഞു നിങ്ങളെ കണ്ടില്ലല്ലോ. ദുബായിലെ വിശേഷം ഭയങ്കര തണുപ്പാണ്. മൈനസിന്റെ ഒരു 12 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ ഏറ്റവും ബെസ്റ്റ് വെതറാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം. നിങ്ങളിപ്പോ വിസിറ്റ് ചെയ്യണം. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അന്നേരം ഇവരെ കണ്ടയാന്ന്. സന്തോഷം. അതെ, സന്തോഷം. പോയി വരവ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു വരവ്. അങ്ങനെ നമ്മളെ വീട്ടിലെ കുറച്ച് ഗസ്റ്റ് എല്ലാം വന്നു കേട്ടാ. അപ്പൊ അവര് പോയി. ഞാനും അമ്മി വേഗം ഫ്രഷ് ആയിട്ട് അവര് എടുക്കുന്ന കേട്ടാ. അതെ, പിന്നെ പെട്ടെന്നാണ് നമുക്കൊരു ഗസ്റ്റ് ഇപ്പം വന്നിട്ടുണ്ടായിന്. നമ്മൾ പായസെല്ലാം വാങ്ങി വെച്ച് അവിടെ നോക്കുമ്പോണ്ട് പിന്നെ മോളെ പിന്നെ ദുബായിലുള്ള പിന്നെ കമ്പനീൻ്റെ MDയും അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ട്സുമാറുവാന്ന് വന്നിന്. അവര് 5-6 പേര് വന്നിട്ടുണ്ടായിന്. പെട്ടെന്ന് മോള് പറഞ്ഞു അമ്മ 4-ാം തീയതി അമ്മ ഒരു കല്യാണം ഉണ്ട്, MD വരുമോന്ന് പറയാൻ കഴിയില്ല ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവര് ഫ്ലൈറ്റ് ഇറങ്ങിയപാട് വീട്ടിലേക്കാ വന്നത്. അപ്പോൾ ഇവളെ മോളെ കല്യാണത്തിന് തന്നെ വരണം എന്ന് അവര് തീരുമാനിച്ചതേനു. അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവര് MD എല്ലാം ആകുമ്പോൾ അതിൻ്റെതായ തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ ആ തിരക്കിന് നടുക്കും നമ്മളെ വീടൊന്ന് കാണാനും നമ്മളെ ഒന്ന് കാണാനും വന്നതിൽ വളരെ സന്തോഷം. നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് തിരിയുന്നില്ല. പെട്ടെന്ന് വീഡിയോ അതൊന്നും പറ്റുന്നില്ല. പിന്നെ അതെ, പിന്നെ താഴെ നിന്ന് ഏട്ടനെ വിളിച്ചു. ഏട്ടൻ അപ്പളേക്ക് എത്തി. പിന്നെ മോള് മൈ പോയിട്ട് ഫുഡെല്ലാം വാങ്ങി വന്നു. പിന്നെ അങ്ങനെ സമയം കിട്ടിയില്ല. അതാണ് കൂത്തുപറമ്പെത്തുമ്പോന്ന് വിളിച്ചത്. 20-25 മിനിറ്റ് കൊണ്ട് അപ്പളേക്ക് ഇവള് മൈ പോയിട്ട് ഫുഡ് വാങ്ങിക്കൊണ്ടെന്ന് വേഗം നമ്മൾ പായസം ഉണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ പിന്നെ പായസവും ഫുഡെല്ലാം കൊടുത്ത് പിന്നെ ഫ്രൂട്ട്സും അങ്ങനത്തെ എല്ലാം കൊടുത്തിട്ട് പിന്നെ അവർ കുറച്ച് സംസാരിച്ച് മോളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടുത്തെ ദുബായിലുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് അങ്ങോട്ട് പോകാനാന്ന് പറയുന്നേ. മോളെടുക്ക കുഞ്ഞുമോളാടി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഞ്ഞുമോളെ നോക്കുകയും ചെയ്യാം അന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിനി അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ ഞാൻ ഇവളെ വിചാരിച്ചിട്ടാണ് എവിടെയും പോകാത്തത്. അവിടെ പോയാൽ ഇവിടുത്തെ വിചാരം, ഇവിടുന്ന് ഇപ്പം മറ്റേ മോളെ വിചാരം, അങ്ങനെ എന്താ പറയണ്ടേ, രണ്ടും കൂടിയുള്ള ഒരു നടുക്കാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അവൻ്റെ ആശാ വർക്കറും കൂടി ആണെന്നല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ജോലിയെല്ലാം ലീവെല്ലാം അങ്ങനെ നമുക്ക് അങ്ങനെ ലീവൊന്നും അങ്ങനെ തരുന്നില്ല. അപ്പോൾ പിന്നെ നോക്കിയിട്ട് സാറിനോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യാമെന്നിങ്ങനെ MDനോട് അങ്ങനെ പറയുക ചെയ്തിന്. പിന്നെ അതന്നെ അവരെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. കുഞ്ഞുമോളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോളങ്ങനെ അങ്ങനെ ഒരു ശാടിയൊന്നും ഇല്ല, നല്ല മോളാന്ന് ഡേ കെയർ പോകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. അതെ, ഇവരെ ഇടയ്ക്കാന്നല്ലോ. അതുകൊണ്ട് പിന്നെ പറഞ്ഞു. പിന്നെ മോക്കും അങ്ങനെ ലീവെല്ലാം കുറവാണ്. പ്രൊജക്ട് മാനേജറാണ് അവിടെ കമ്പനീൻ്റെ. അപ്പോൾ പിന്നെ മോക്ക് പിന്നെ നല്ല തിരക്ക് പിടിച്ച ജോലിയാണ്. അപ്പോൾ എന്നാലും നമ്മൾ മാർച്ചിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ മാർച്ചിലാന്നല്ലോ. അപ്പോൾ പിന്നെ തെയ്യെല്ലാം കാണാൻ എന്തായാലും വരണം മോളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർച്ചില് ഒരാഴ്ചത്തെ പരിപാടി ആയിട്ടാ നമ്മളെ കോട്ടത്ത്, നമ്മളെ വീടിന്റെ അടുത്തുള്ള കോട്ട, നമ്മളെ കോട്ട. അപ്പൊ എല്ലാരും വരും. മാർച്ച് ഡേറ്റ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. മാർച്ച് 12-ന് ആയിരിക്കും. ഒരാഴ്ചത്തെ പരിപാടിയാണ്. പരിപാടി ഉണ്ടെന്നാണ്. അതൊരു പുനഃപ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഇപ്പം അതിന്റെ ഒരു ഇതാണ്.
അമ്മേന്റെ അപ്പൊ എല്ലാരും വരുവാ, എല്ലാരും വരും, തൊട്ടടുത്ത വീട് നമ്മളെ വീട്ടിലും വരുവാ. അതെ, എല്ലാരും വീഡിയോ കാണുന്ന എല്ലാരും നമ്മൾ അതിന് ഇപ്പോഴേ ക്ഷണിക്കുന്നുണ്ട്. അതിനെ അടുപ്പിച്ചിട്ടും നമ്മൾ വീണ്ടും വീഡിയോയിൽ പറയൂ. പിന്നെ പിന്നെ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വിചാരിക്കാത്ത ഒരു ഗസ്റ്റ് വന്ന ഒരു സന്തോഷത്തിലാന്നുള്ളത്. മോളും മോളെ ഭർത്താവും വന്ന പോലെ തന്നെ ഒരു ഇത് നമുക്ക് തോന്നിപ്പോയി. അതും അവരെല്ലാം വലിയ ഹൈയിൽ നിൽക്കുന്ന എംഡിയല്ലോ, പക്ഷെങ്കില് നമ്മുടെ അടുത്തെല്ലാം നല്ല പെരുമാറ്റവും അങ്ങനെയാണ്. അതെ, നമ്മളോട് എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും അബുദാബി പോയ സമയത്ത് ഏട്ടൻ കൂട്ടിയിട്ട് അവരെ ദുബായില് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ഓളിങ്ങനെ പറയും, നല്ല ആൾക്കാരാ അമ്മ അടുത്ത്. ഇപ്പൊ നമ്മളെ കുഞ്ഞുമോളെ നോക്കാനായാലും ഓള് തിരക്ക് പിടിച്ച് ജോലിയിലുള്ള സമയത്ത് MDന്റെ വീട്ടിലെല്ലാം കൊണ്ടാക്കിയാല് അവിടെയുള്ള പിന്നെ ഇങ്ങനെ ആന്റി പിന്നെ മോളെ നോക്കുകയൊക്കെ ചെയ്യും. നല്ലൊരു സ്വഭാവമുള്ള ആൾക്കാരാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ മോള് പോയെടുക്കുകയും കുഞ്ഞുമോളെ നോക്കാനെല്ലാം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആളെ കിട്ടുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കലാണ് അങ്ങനെ എന്താ പറയണ്ട, പോയ കുട്ടികൾക്ക് ഒരു നല്ലൊരു സമാധാനത്തിലും സന്തോഷത്തിലും ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാനിപ്പം പ്രാർത്ഥിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പം അങ്ങനെ പോയി നിൽക്കാനുള്ള സാഹചര്യം എനക്കാവുന്നില്ല. എന്നാലും അപ്പൊ അവര് വന്ന് പോയിട്ട് അപ്പൊ തന്നെ ഞാൻ അമ്മമ്മക്ക് പാഴ്സൽ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വെല്ലിച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വെല്ലിച്ചനെയും കൂട്ടിയിട്ട് അങ്ങനെ പോയി. അതെ, അവര് വന്ന് പോയതിനു ശേഷം ആദ്യമായിട്ട് വെച്ച ഇതെല്ലാം നെല്ലില്ലേ, അപ്പൊ അമ്മമ്മക്കും കൂടി കൊണ്ടുകൊടുത്ത് അവരെല്ലാവർക്കും നമുക്ക് നല്ല സന്തോഷമായി കേട്ടോ. അബുദാബിനെയാണ് നമ്മളെ പായസം കുടിക്കാൻ ഇവിടെ ആളെത്തിനി. നമ്മളൊന്നും ഒട്ടും ആരും വരുന്നു വിചാരിച്ചിട്ടില്ല. അപ്പൊ അത് പായസം ദുബായിലും പിന്നെ ഒരേട്ടൻ കൊറിയല്ല അങ്ങനെ കൊറേ ആൾക്കാരാണ്. ചേച്ചിന്റെ MDയും പിന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരും. അപ്പൊ പിന്നെ വളരെ സന്തോഷം. ആദ്യമായിട്ട് പുന്നല് പായസം വെച്ചോണ്ട് അത് അവർക്കെല്ലാം കൊടുക്കാനും പറ്റി എന്നുള്ളതാണ് സന്തോഷം നിങ്ങളെ അറിയിക്കുന്നത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.